സംസ്ഥാനം വീണ്ടും അതിതീവ്ര മഴയുടെ ഭീഷണിയിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായി വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 3 ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന. ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സംസ്ഥാനത്ത് സാധാരണയായി കാണാറുള്ള മഴക്കാല മഴയിൽ നിന്ന് വ്യത്യസ്തമായി ബംഗാൾ ഉൾക്കടലിൽ ഒന്നിനു പിന്നാലെ ഒന്നായി ന്യൂനമർദ്ദങ്ങൾ രൂപം കൊള്ളുന്നതാണ് ഈ മഴയ്ക്ക് കാരണം. ഇത് കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപ്രതീക്ഷിതവും ആശങ്കാജനകവുമായ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഗംഗാതട, പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, വടക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലാണ് ആദ്യ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിന്റെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാകും മുമ്പേ മറ്റൊരു ന്യൂനമർദ്ദം കൂടി ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ രണ്ടാം ന്യൂനമർദ്ദം വ്യാഴാഴ്ചയോടെ മധ്യ കിഴക്കൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. പിന്നീട് വെള്ളിയാഴ്ചയോടെ വടക്കൻ ആന്ധ്ര, തെക്കൻ ഒഡീഷ തീരത്തിന് സമീപം ഇതോ ഒരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കാം. ഈ തീവ്ര ന്യൂനമർദ്ദം ശനിയാഴ്ചയോടെ വടക്കൻ ആന്ധ്ര, തെക്കൻ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ കാലാവസ്ഥ പ്രവാഹങ്ങളാണ് കേരളത്തിലേക്ക് ശക്തമായ മഴ എത്തിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്തിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് തുടങ്ങി പിന്നീട് വടക്കൻ ജില്ലകളിലേക്ക് മഴ പ്രാപിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നത്. വ്യാഴാഴ്ചത്തെ കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും. ഈ 5 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്ന് വെള്ളിയാഴ്ച മഴയുടെ ശക്തി വർദ്ധിക്കുമെന്നും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ഈ ജില്ലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ശനിയാഴ്ചയോടെ മഴയുടെ സ്വാധീനം വടക്കൻ ജില്ലകളിലേക്ക് മാറും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ദിവസത്തിൽ 65.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴയായി കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുന്നത്. ഈ അളവിൽ മഴ പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും നഗരത്തിൽ വെള്ളപ്പൊക്കത്തിനും ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനും കാരണമാകും. ഈ ദിവസങ്ങളിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് പറയുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ഈ നിർദ്ദേശം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കടലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സജീവമായി രംഗത്തുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഫയർഫോഴ്സ്, പോലീസ്, സിവിൽ ഡിഫൻസ് ടീമുകൾ എന്നിവയ്ക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയുടെ ശക്തി കൂടിയാൽ പുഴകളിൽ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം. ആവശ്യമെങ്കിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണം. മഴയുടെ സമയത്ത് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അധികൃതർ നൽകുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും വേണം. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളുമുണ്ട്. മഴക്കാലത്ത് അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മലയോര പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. വെള്ളക്കെട്ടുള്ള റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. നദികൾ, പുഴകൾ, കുളങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. വൈദ്യുത ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തി ശുചിത്വം പാലിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടാനും തയ്യാറായിരിക്കുക. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം ശക്തമായ മഴയ്ക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആഗോളതാപനം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇത്തരം പ്രതിഭാസങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതിനാൽ എല്ലാ പൗരന്മാരും മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അറിയിപ്പുകൾ ശ്രദ്ധയോടെ പിന്തുടരണം. ഈ വെല്ലുവിളിയെ കൂട്ടായ പരിശ്രമത്തിലൂടെ നേരിടാൻ നമുക്ക് സാധിക്കും.